നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയാണ്. അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫിയുടെ വേറൊരു പേരാണ് കോളം ക്രോമാറ്റോഗ്രഫി. അപ്പം നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രോമാറ്റോഗ്രഫിയാണ്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഈ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രോമാറ്റോഗ്രഫിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറിനകത്തെ മിക്സ്ചറിനകത്തുള്ള പല കമ്പോണൻസിന് പല അഡ്സോർപ്ഷൻ ആയിരിക്കും. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ടൊരു അഡ്സോർബൻറ്റ് ചൂസ് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മളൊരു പ്രോപ്പർ അഡ്സോർബൻറ്റ് ചൂസ് ചെയ്താൽ ആ അഡ്സോർബൻറ്റ് ഓരോ കമ്പോണൻറ്റിനെയും അഡ്സോർബ് ചെയ്യുന്ന റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ മിക്സ്ചറിനകത്ത് നമുക്ക് 2-3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഈ അഡ്സോർബൻറ്റ് ഇതിൽ ഓരോന്നിനെയും അഡ്സോർബ് ചെയ്യുന്ന റേറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിനെയാണ് സെലക്റ്റീവ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ സെലക്റ്റീവ് അഡ്സോർപ്ഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രോമാറ്റോഗ്രഫി ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കരോട്ടിനോയിഡ്സ്, പ്രോട്ടീൻസ്, പ്രൊഫൈറിൻസ്. ഇതെല്ലാം നമുക്ക് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി വഴി സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? കരോട്ടിനോയിഡ്സ്, പ്രോട്ടീൻസ്, പ്രൊഫൈറിൻസ്. ഇതെല്ലാം നമുക്ക് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്സോർബൻറ്റിന് എക്സാമ്പിളാണ് സിലിക്ക ജെല്ല്, അലുമിന, ചാർക്കോൾ പൗഡർ. ഇതൊക്കെ പല അഡ്സോർബൻറ്റുകളാണ്. അപ്പോൾ അഡ്സോർബൻറ്റിന് എക്സാമ്പിളാണ് സിലിക്ക ജെല്ല്, ചാർക്കോൾ പൗഡർ, അലുമിന. ഇതൊക്കെ എക്സാമ്പിളാണ്. സോ അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രോമാറ്റോഗ്രഫി ബേസ് ചെയ്തേക്കുന്നത് സെലക്റ്റീവ് അഡ്സോർപ്ഷനെയാണ്. സെലക്റ്റീവ് അഡ്സോർപ്ഷൻ ബേസ് ചെയ്ത് നടക്കുന്ന പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ ക്രോമാറ്റോഗ്രഫി അല്ലെങ്കിൽ കോളം ക്രോമാറ്റോഗ്രഫി. നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിന് എക്സാമ്പിളാണ് കരോട്ടിനോയിഡ്സ്, പ്രോട്ടീൻസ്, പ്രൊഫൈറിൻസ്. ഇതൊക്കെ യൂസ് ചെയ്യുന്ന അഡ്സോർബൻറ്റിന് എക്സാമ്പിളാണ് സിലിക്ക ജെല്ല്, അലുമിന, അതുപോലെ ചാർക്കോൾ പൗഡർ. ഇതൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഡ്സോർബൻ്റ് എന്ന് പറയുന്നത് വെരി ഫൈൻലി ഡിവൈഡഡ് ആയിരിക്കണം. സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി അഡ്സോർബൻ്റ് എങ്ങനെയായിരിക്കണം? വെരി ഫൈൻലി ഡിവൈഡഡ് ആയിരിക്കണം. ഇനി നമുക്ക് ഒരു അഡ്സോർബൻ കോളമുണ്ട്. അഡ്സോർബൻ കോളത്തിനകത്ത് നമ്മുടെ അഡ്സോർബൻ്റ് നമ്മൾ സ്റ്റേഷനറി ഫേസിൽ ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ നമുക്കൊരു അഡ്സോർബൻ കോളമുണ്ട്. ഈ അഡ്സോർബൻ കോളത്തിനകത്ത് നമ്മൾ ചൂസ് ചെയ്ത അഡ്സോർബൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേഷനറി ഫേസ് എന്താണ്? ഒരു അഡ്സോർബൻ കോളമുണ്ട്. അഡ്സോർബൻ കോളത്തിനകത്ത് എന്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്? പ്രോപ്പർ അഡ്സോർബൻറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളുടെ മിക്സ്ചർ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഈ അഡ്സോർബൻ കോളത്തിനകത്തൂടെ പാസ് ചെയ്യിക്കും. നമ്മുടെ മിക്സ്ചർ ഒരു സൊല്യൂഷൻ ആക്കിയിട്ട് ആ സൊല്യൂഷൻ നമ്മൾ ഈ അഡ്സോർബൻ കോളത്തിനകത്തൂടെ പാസ് ചെയ്യിക്കും. അതിനെയാണ് നമ്മൾ മൊബൈൽ ഫേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്നാ സംഭവിക്കും? പോളാർ അഡ്സോർബൻ്റ് ആണെങ്കിൽ അഡ്സോർബൻ പാർട്ടിക്കിൾ എങ്ങനെയാണ് അഡ്സോർപ്ഷൻ നടത്തുന്നത്? അയോണിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. പോളാർ അഡ്സോർബൻറ്റിൻ്റെ കേസിൽ സൊല്യൂട്ട് ആയിട്ട് അഡ്സോർബൻ പാർട്ടിക്കിൾ എന്ത് ബോണ്ട് ഉണ്ടാക്കും? അയോണിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കും. ഇനി നോൺ പോളാർ അഡ്സോർബൻ്റ് ആണെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസുമായിട്ടുണ്ടാക്കുന്ന ബോണ്ടെന്ന് പറയുന്നത് ഒന്നുകിൽ വാണ്ടർവാൾ ഫോഴ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ബോണ്ടായിരിക്കും. നോൺ പോളാർ അഡ്സോർബൻറ്റിൻ്റെ കേസിൽ സൊല്യൂട്ടുമായിട്ട് ഉണ്ടാക്കുന്ന ബോണ്ട് ഹൈഡ്രോഫോബിക് ബോണ്ടായിരിക്കും, അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സസ് ആയിരിക്കും. സോ പോളാർ ആണെങ്കിൽ എന്തൊക്കെയാണ്? അയോണിക് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട്. നോൺ പോളാർ ആണെങ്കിൽ ഹൈഡ്രോഫോബിക് ബോണ്ട് അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി പല കോമ്പോണൻസിന് പല അഡ്സോർബിലിറ്റി ആയിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ഓരോ കോമ്പോണൻറ്റിനും ഓരോ അഡ്സോർബിലിറ്റി ആയിരിക്കും. അതുപോലെ അതിൻ്റെ റേറ്റ് ഓഫ് മൂവ്മെൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഡിഫറെൻ്റ് അഡ്സോർബിലിറ്റിയും ഡിഫറെൻ്റ് റേറ്റ് ഓഫ് മൂവ്മെൻറ്റും കാരണം എന്നാ സംഭവിക്കും? പല കോമ്പോണൻസും എവിടെയാണ്? പല ഹൈറ്റിലായിരിക്കും അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ അഡ്സോർബൻ കോളത്തിനകത്ത് പല കോമ്പോണൻസും പല ഹൈറ്റിലായിരിക്കും അഡ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്ത് ഫോം ചെയ്യും? പല ലെയേഴ്സ് ഫോം ചെയ്യും. ഇങ്ങനെ പല ലെയേഴ്സ് ഫോം ചെയ്യാൻ 2 കാരണമാണ്. പല കോമ്പോണൻസിനും ഡിഫറെൻ്റ് അഡ്സോർബിലിറ്റി ആണ്, അതുപോലെ റേറ്റ് ഓഫ് മൂവ്മെൻറ്റും വ്യത്യാസം കാണും. ഈ ഡിഫറെൻ്റ് അഡ്സോർബിലിറ്റിയും ഡിഫറെൻ്റ് റേറ്റ് ഓഫ് മൂവ്മെൻറ്റും കാരണം
പല കോമ്പോണൻസും അഡ്സോർബ് ചെയ്യപ്പെടുന്നത് പല ലെയർ ആയിട്ടായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഫോം ചെയ്യും. സെപ്പറേറ്റ് ലെയേഴ്സ് അല്ലെങ്കിൽ ബാൻഡ്സ് ഫോം ചെയ്യും. അപ്പം അഡ്സോർബിലിറ്റി കൂടുതലാണെങ്കിൽ മുകളിലാണ് ലെയർ ഫോം ചെയ്യുക. അഡ്സോർപ്ഷൻ കോളത്തിൻ്റെ മുകളിൽ ലെയർ ഫോം ചെയ്യും. അഡ്സോർബിലിറ്റി കുറവാണെങ്കിലോ, പുവറർ അഡ്സോർബിലിറ്റി ആണെങ്കിൽ താഴേക്കായിരിക്കും ലെയേഴ്സ് ഫോം ചെയ്യുന്നത്. ഇനി അഡ്സോർബ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അത് ഫിൽട്രേറ്റിനകത്ത് അക്യുമുലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ ഒഴിച്ചു വിടുമ്പം അഡ്സോർബിലിറ്റി കൂടിയത് ഏറ്റവും മുകളിലത്തെ ലെയറിൽ അഡ്സോർബ് ആകും. അഡ്സോർബിലിറ്റി കുറഞ്ഞത് താഴത്തെ ലെയറിൽ അഡ്സോർബ് ആകും. ഇനി അഡ്സോർബ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ താഴെ കാണുന്ന ഫിൽട്രേറ്റിനകത്ത് അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി നമുക്ക് ക്രൊമാറ്റോഗ്രാം എന്താണെന്ന് നോക്കാം. ക്രൊമാറ്റോഗ്രാം, സപ്പോസ് നിങ്ങളുടെ അഡ്സോർബൻറ്റ് കളർലെസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ അഡ്സോർപ്ഷൻ കോളത്തിനകത്ത് ഫില്ല് ചെയ്യുന്ന സാധനം കളർലെസ് ആണെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മുടെ സൊല്യൂഷനകത്തുള്ള കോമ്പോണൻസ്, അതായത് അഡ്സോർബ് ചെയ്യപ്പെടേണ്ട കോമ്പോണൻസ് കളേർഡ് ആണെന്നും വിചാരിക്കുക. അപ്പോൾ കണ്ടീഷൻ എന്താ? അഡ്സോർബൻ കോളത്തിനകത്തെ അഡ്സോർബൻറ്റ് കളർലെസ് ആണ്, പക്ഷേ അഡ്സോർബ് ചെയ്യപ്പെടേണ്ട സാധനം കളേർഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അഡ്സോർബ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ എന്നാ പറ്റും? കളേർഡ് ബാൻഡ്സ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അഡ്സോർപ്ഷൻ കഴിയുമ്പോൾ കളേർഡ് ബാൻഡ്സ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പം എന്താ ക്രൊമാറ്റോഗ്രാം എന്ന് ചോദിച്ചാൽ, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫിയിൽ അഡ്സോർബൻറ്റ് കളർലെസ്സും അഡ്സോർബ് ചെയ്യപ്പെടേണ്ട കോമ്പോണൻസ് കളേർഡും ആണെങ്കിൽ അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രഫി കഴിയുമ്പം അഡ്സോർബൻ കോളത്തിൽ പല കളേർഡ് ബാൻഡ്സ് കാണാൻ പറ്റും. ഈ കളേർഡ് ബാൻഡ്സിനെ വിളിക്കുന്ന പേരാണ് ക്രൊമാറ്റോഗ്രാം എന്ന്. ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു അക്വസ് സൊല്യൂഷൻ എടുക്കുക, കോപ്പറിൻ്റെയും കൊബാൾട്ട് സോൾട്ടിൻ്റെയും അക്വസ് സൊല്യൂഷൻ എടുക്കുക. നമുക്ക് ഈ കോപ്പറിനെയും കൊബാൾട്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം. അപ്പം അഡ്സോർബൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താ? അഡ്സോർബൻ്റ് കോളം ഫില്ല് ചെയ്യുന്നത് അലുമിനിയം ഓക്സൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ കോപ്പറിൻ്റെയും കൊബാൾട്ടിൻ്റെയും സൊല്യൂഷൻ എടുത്ത് അലുമിനിയം ഓക്സൈഡ് ഫില്ല് ചെയ്തേക്കുന്ന അഡ്സോർബൻ്റ് കോളത്തിൽ കൂടെ നമ്മൾ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ച് കഴിയുമ്പം നമുക്ക് രണ്ട് കളേർഡ് ബാൻഡാണ് കാണാൻ സാധിക്കുന്നത്. അപ്പർ ലെയർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ കളർ ബാൻഡാണ്. അപ്പർ ലെയർ ഫോം ചെയ്യുന്നത് ഡാർക്ക് ബ്ലൂ കളർ ബാൻഡാണ്. കാരണം എന്താ? അത് കോപ്പർ 2+ അയോൺസ് ആണ്. കോപ്പർ 2+ അയോൺസ് ആണ് അപ്പർ ലെയർ ഫോം ചെയ്യുന്നത്. അത് ഡാർക്ക് ബ്ലൂ കളറാണ്. താഴത്തെ ലെയർ ഒരു പിങ്ക് കളർ ബാൻഡ് കാണാൻ സാധിക്കും. പിങ്ക് ലെയർ ബാൻഡ് എന്ന് പറയുന്നത് കൊബാൾട്ട് 2+ അയോൺസ് ആണ്. അപ്പം ഇങ്ങനെ കളേർഡ് ബാൻഡ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രൊമാറ്റോഗ്രാം എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് കേസ് നമ്മൾ പറയുന്നത്, കോമ്പോണൻസിന് കളർലെസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് അനാലിസിസ് ചെയ്യേണ്ട കോമ്പോണൻസ് കളർലെസ് ആണെങ്കിൽ അവയ്ക്ക് ഫ്ലൂറസെൻസ് എന്നൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ചിട്ട് അവയെ കാണാൻ സാധിക്കും. നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കോമ്പോണൻസ് കളർലെസ് ആണ്, പക്ഷേ അവയ്ക്ക് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അൾട്രാവയലറ്റ് ലൈറ്റ് വെച്ച് ഇലൂമിനേഷൻ നടത്തി നമുക്ക് അവയെ കാണാൻ സാധിക്കും. ഇനി വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫോം ചെയ്യുന്ന ബാൻഡ് ഫോം ചെയ്ത് കഴിയുമ്പം നമ്മൾ അതിനകത്തൂടെ ഒരു സ്യൂട്ടബിൾ റീഏജൻറ്റ് പാസ് ചെയ്യും. ഈ സ്യൂട്ടബിൾ റീഏജൻറ്റ് പാസ് ചെയ്ത് കഴിയുമ്പം ഫോം ചെയ്ത ബാൻഡിന് കളറ് കാണാൻ സാധിക്കും. അതിനിപ്പോൾ എക്സാമ്പിളാണ് Fe2+ അയോൺസിൻ്റെ ബാൻഡാണെങ്കിൽ, Fe2+ അയോൺസിൻ്റെ ഒരു ബാൻഡാണെങ്കിൽ അതിനകത്തൂടെ K3FeCN6 പാസ് ചെയ്താൽ എന്ത് പറ്റും? അഡ്സോർബ്ഡ് ലെയർ ബ്ലൂ ബ്ലാക്ക് ആയിട്ട് മാറും. Fe2+ അയോൺസിൻ്റെ ഒരു ബാൻഡാണെങ്കിൽ അതിനകത്തൂടെ K3FeCN6ൻ്റെ സൊല്യൂഷൻ പാസ് ചെയ്താൽ ഈ അഡ്സോർബ്ഡ് ലെയർ ബ്ലൂ ബ്ലാക്ക് ആയിട്ട് മാറും. ഇനി നമുക്ക് നോക്കാനുള്ളത് എല്യൂഷനാണ്. എന്താണ് എല്യൂഷൻ എന്ന് നോക്കാം. അഡ്സോർപ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ അഡ്സോർബ്ഡ് കമ്പോണൻറ്റിനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ അഡ്സോർപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പം അഡ്സോർബ്ഡ് കമ്പോണൻറ്റിനെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കളക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ സോൾവെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സോൾവെൻറ്റോ ബഫർ സൊല്യൂഷനോ ഈ കോളത്തിനകത്തൂടെ പാസ് ചെയ്യിക്കണം. ഒരു പ്രോപ്പർ സോൾവെൻറ്റ് അല്ലെങ്കിൽ ബഫർ സൊല്യൂഷൻ നമ്മൾ ഈ കോളത്തിനകത്തൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഈ കോളത്തിനകത്തൂടെ ഒരു പ്രോപ്പർ സോൾവെൻറ്റോ ബഫർ സൊല്യൂഷനോ പാസ് ചെയ്യുമ്പം
ഇൻഡിവിജ്വൽ കമ്പോണൻസ് എമേർജ് ആവാൻ തുടങ്ങും. ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസിനെ നമുക്ക് കളക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ പ്രോസസ്സിനെയാണ് എലൂഷൻ എന്ന് പറയുന്നത്. സോ അഡ്സോർബൻറ്റ് കോളത്തിൽ നിന്ന് ഓരോ അഡ്സോർബ്ഡ് പാർട്ടിക്കിൾസിനെയും സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ബഫർ സൊല്യൂഷൻ അല്ലെങ്കിൽ പ്രോപ്പർ സോൾവെൻറ്റ് പാസ് ചെയ്യിച്ചിട്ട് ഓരോന്നിനെയും എമേർജ് ചെയ്യിച്ച് കളക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എലൂഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻ്റ് ഏതായിരിക്കും? ഫസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഒഴിക്കുന്ന സോൾവെൻറ്റിനകത്ത് ഏറ്റവും സോല്യബിലിറ്റി കൂടിയ കമ്പോണൻറ്റ്. നമ്മൾ എലൂഷന് വേണ്ടി ഒഴിക്കുന്ന സോൾവെൻറ്റിനകത്ത് ഏറ്റവും സോല്യബിലിറ്റി കൂടിയതും അതുപോലെ അഡ്സോർബൻറ്റ് ഏറ്റവും കുറച്ച് അഡ്സോർബ് ചെയ്തതുമായ കമ്പോണൻ്റ് ആയിരിക്കും ഫസ്റ്റ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എലൂഷൻ നടത്തുമ്പം ഫസ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റുന്ന കമ്പോണൻ്റ് ഏതായിരിക്കും? അത് ഈ എലൂഷൻ നടത്താൻ വേണ്ടി ഒഴിക്കുന്ന സോൾവെൻറ്റിനകത്ത് ഏറ്റവും സോല്യബിലിറ്റി കൂടിയതും അതുപോലെ അഡ്സോർബൻറ്റ് ഏറ്റവും കുറച്ച് അഡ്സോർബ് ചെയ്തതുമായ കമ്പോണൻ്റ് ആയിരിക്കും ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കോളം ക്രൊമാറ്റോഗ്രഫി നോക്കാനുള്ളത്. താങ്ക്